ഇന്ന് എനിക്ക് ഒരുപാട് സങ്കടമുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മറ്റൊന്നല്ല, കോഴീനെ കുറിച്ച് തന്നെയാണ്. അതായത് എൻ്റെ അടുത്ത് നിന്ന് കോഴികളെ വാങ്ങിക്കൊണ്ട് പോയ ഒരാൾ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. അവർ പറഞ്ഞ ഒരനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത്രയും ദിവസം അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗമായിരുന്ന ഒരുപാട് സ്വപ്നങ്ങളോടെയും കഷ്ടപ്പാടുകളോടെയും അവർ വളർത്തിയിരുന്ന 64 കോഴികൾ ഒറ്റയടിക്ക് ചത്തുപോയി. അതായത് 2-3 ദിവസം കൊണ്ടാണ് ഈ 64 കോഴികളും ചത്തുപോയത്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ കോഴികൾക്ക് അസുഖങ്ങളോ വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നന്നായി ഫുഡൊക്കെ കഴിച്ച് പോയി കൂട്ടിൽ വന്ന് കോഴിമുട്ടയൊക്കെ ഇട്ട് പോയി തിരിച്ചു വരുമ്പം കോഴികൾ പിന്നെ പിറ്റേന്ന് നോക്കുമ്പം കോഴികൾ ചത്ത് കിടക്കുകയാണ്. അപ്പം ആരോ വിഷം കൊടുത്തതാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഒറ്റയടിക്കൊക്കെ ഇത്രയും കോഴികൾ ചത്തു പോകാന്ന് പറഞ്ഞാൽ അത് നമുക്കങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ചത്ത കോഴികളെ വായിൽ കൂടെ ഇങ്ങനെ നൊരയും പതയൊക്കെ വന്നിരുന്നു. അപ്പം ആരോ എന്തോ കൊടുത്തതാണ് എന്ന് തന്നെയാണ് അവർക്ക് സംശയം. അപ്പം അത് കേട്ടപ്പം വല്ലാത്തൊരു വിഷമം തോന്നിയിട്ടോ. കാരണം കോഴികളെ വളർത്തുന്നവർക്കറിയാം ഒരു കോഴി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയും സങ്കടവും. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, 64 കോഴികൾ 2-3 ദിവസങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുമ്പോഴുള്ള അവരുടെ ആ ഒരു മാനസികാവസ്ഥ, അതും ഒരു അസുഖങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ ഒരു കൂട് മൊത്തത്തിൽ കാലിയായി. അപ്പം ഞാൻ കുറച്ച് കോഴികളെ വളർത്തി എൻ്റെ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരും അങ്ങനെ കോഴികളൊന്നും വളർത്താറില്ല കേട്ടോ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാനോ ഒന്നുമല്ല കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആർക്കും സംഭവിക്കരുത് എന്നൊരാഗ്രഹം കൂടി ഉണ്ട്. നമ്മൾ എന്ത് ജോലി ചെയ്താലും അതിൽ നമ്മുടെ സമയം, കഷ്ടപ്പാട്, പ്രതീക്ഷ എല്ലാം ഉണ്ടല്ലേ. അതൊരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുമ്പം അതിൻ്റെ വേദന നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. എനിക്കും ശരിക്കും സങ്കടം തോന്നാറുണ്ട് കേട്ടോ. കാരണം ഞാനൊരു വീട്ടമ്മയാണല്ലോ. വീട്ടിലെ ഇത്രയും പണികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഞാനും കോഴികളെല്ലാം വളർത്തുന്നത്. നല്ല കഷ്ടപ്പാടാണ്. നല്ല കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ ആളുകൾക്കും വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടണമെന്നില്ല അല്ലേ. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതുകൊണ്ട് വല്ലതും കിട്ടുമോ, ഇത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. പക്ഷേ അതൊന്നും നോക്കാതെ സ്വന്തം ആത്മവിശ്വാസം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ഞങ്ങൾക്ക് വീട് പണിയാണ്. കുട്ടികളുടെ കാര്യം നോക്കണം, ഭക്ഷണം റെഡിയാക്കണം, വീട് വൃത്തിയാക്കണം, അങ്ങനെ പോകുന്ന ഞങ്ങളുടെ പണികൾ. പക്ഷേ ഈ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നിന്നാണ് സമയം കണ്ടെത്തി ഇതുപോലെ കോഴി വളർത്തലെല്ലാം ഞങ്ങൾ ചെയ്യുന്നത്. കാണുന്നവർക്ക് ഒരു പക്ഷേ സിമ്പിളായിട്ട് തോന്നാം. പക്ഷേ ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ തന്നെയാണ് കോഴിയെ നോക്കേണ്ടത്. സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കണം, വെള്ളം മാറ്റി കൊടുക്കണം, അതുപോലെ മരുന്ന് കൊടുക്കണം, മഴയും ചൂടും നോക്കണം, രാത്രി സുരക്ഷിതമായിട്ട് അവരെ ഒരു കൂട്ടിലാക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ചില ആളുകളുടെ വിചാരം, നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ വീട്ടിലെ പണികൾ മാത്രമേ ചെയ്യാവൂ, നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങളെ ഉത്തരവാദിത്തങ്ങളെല്ലാം തീർത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത്. അതും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അയൽവാസികൾക്ക് ഈ കോഴിയെ വളർത്തുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ അവരോട് തുറന്ന് പറയുക. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അവരോട് തുറന്ന് പറയുക. ഒരു പക്ഷേ കോഴികൾ, നമുക്കറിയാം, കോഴികൾ അടുത്ത വീട്ടിൽ പോയിട്ട് അവരുടെ ചെടികൾ കൊത്തി തിന്നും, അല്ലെങ്കിൽ കൃഷികൾ നശിപ്പിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നിങ്ങളത് ഇവരോട് തുറന്ന് പറയുകയാണെങ്കിൽ ഇവരതിനുള്ള പരിഹാരവും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ ചില ആളുകളുണ്ട് കേട്ടോ, നമ്മൾ എന്ത് പറഞ്ഞാലും അവർ അത് മൈൻഡ് ചെയ്യാത്ത ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ദേഷ്യവും വാശിയും തീർക്കേണ്ടത് ഈ മിണ്ടാപ്രാണികളുടെ ജീവൻ വെച്ചിട്ടല്ല കേട്ടോ. അവർക്കറിയില്ല. അവർക്കിപ്പം അവരുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നതെല്ലാം അവർ കൊത്തി തിന്നും, അവരുടെ കാലിൻ്റെ കീഴിൽ കാണുന്നതെല്ലാം അവർ ചിക്കിപ്പറക്കും. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇത്രയും പണികളെടുത്ത് ഇതിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. വീട്ടുകാർ നിങ്ങൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ കോഴീനെ വളർത്തുകയാണെങ്കിലും പശുവിനെ വളർത്തുകയാണെങ്കിലും അയൽവാസികൾ, ചില ആളുകളുണ്ട്, നമ്മുടെ തൊട്ടയൽപക്കത്ത് പാല് കിട്ടും, മുട്ട കിട്ടും, പക്ഷെ അവർ വാങ്ങില്ല. ജന്മം ഉണ്ടെങ്കിൽ അവർ വാങ്ങില്ല. അവർ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് നിന്ന് വാങ്ങും. കാരണം അങ്ങനെ പോലും ഒരു 10 രൂപ അവർക്ക് കിട്ടരുത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ എനിക്കറിയാം. പക്ഷേ അതിലൊന്നും നമ്മൾ തളർന്നു പോകാൻ പാടില്ല. ഇപ്പം ഞാൻ ഈ ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വളർത്തണം,
നിങ്ങൾ കോഴീനെ വളർത്തിയിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അവരോടൊരു നെറ്റ് വാങ്ങാൻ പറഞ്ഞു, കമ്പി അടിച്ചിട്ട് ഫുൾ ചുറ്റുവട്ടം നെറ്റിട്ടിട്ട് വളർത്താൻ പറഞ്ഞു. അവരെന്നെ വിളിച്ചത് അവർക്ക് കോഴിമക്കളെ വേണ്ടിയിട്ടായിരുന്നേ. പക്ഷേ എൻ്റെ കയ്യിൽ കൊടുക്കാൻ കോഴികളില്ല. നിങ്ങൾക്കറിയാലോ എൻ്റെ അടുത്തൊരു 50 കോഴിക്കുഞ്ഞുങ്ങളാണുള്ളത്. അപ്പം അതല്ലാതെ എൻ്റെ കയ്യിൽ വേറെ സ്റ്റോക്കും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി ഇതുപോലെ വേറൊരാളെ വിളിച്ച സമയത്ത് ഇതുപോലെ പറഞ്ഞപ്പം അവരുടെ വീട്ടിലുള്ള കോഴിയും കോഴിമക്കളെയൊക്കെ കൊണ്ട് കൊടുത്തു എന്ന് ഞാൻ വിളിച്ചപ്പം എന്നോട് പറഞ്ഞു. ശരിക്കും ഒരുപാട് സങ്കടം തോന്നിയിട്ട് അത് കേട്ടപ്പം. ആൾ പറയുന്നത് ആൾ കൂട്ടിലേക്ക് നോക്കുമ്പം ആൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു എന്ന്. കാരണം കൂട് കാലിയായിപ്പോയി, കൂട്ടിൽ ഒരു കോഴി പോലും ആ വീട്ടിൽ ബാക്കിയില്ല. ആൾ ഇതുപോലെ ഒരു കച്ചവട മൈൻഡായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. കോഴി എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമാണ്. ഓരോ വെറൈറ്റി കോഴികളെ ഓരോ സ്ഥലത്തു നിന്നും വാങ്ങിക്കൊണ്ടിട്ട് വളർത്തുന്നതാണ്. എന്നിട്ട് എന്നോട് പറയുകയാണ്, ഞാനിവിടെ ചാക്കിൽ ഗോതമ്പ് വാങ്ങി വെച്ചത് അവിടെ കിടക്കുന്നു, തീറ്റ വാങ്ങി വെച്ചത് അവിടെ കിടക്കുന്നു, അത് കാണുമ്പോൾ സങ്കടം വരുന്നു എന്നുള്ളത്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, എന്തുമാത്രം സങ്കടം വന്നിട്ടുണ്ടാവും. ഇതിപ്പം ഇനി ചെയ്തതാണെങ്കിൽ ഈ ഒരു പാപം അവരെവിടെ പോയിട്ട് തീർക്കും? ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്കിവിടെ കോഴീനെ വാങ്ങാൻ ഒരുപാട് ആളുകൾ വരുമ്പം ഞാൻ അവരോട് ചോദിക്കാറില്ല നിങ്ങൾ വളർത്താനാണോ അറക്കാനാണോ എന്ന് ഞാൻ ചോദിക്കാറേ ഇല്ല. കാരണം എനിക്ക് കൂടുതലായിട്ടും വളർത്താൻ കൊടുക്കാനാണ് ഇഷ്ടം. എനിക്ക് അറക്കാൻ കൊടുക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല. പക്ഷേ ഇത് നമ്മുടെ ഒരു എന്താ പറയുക, നമുക്ക് ഇതാണ് നമ്മുടെ പണി. നമുക്ക് കോഴീനെ ആളുകൾ വരുമ്പം നമ്മൾ അവർക്ക് കൊടുക്കുക, അതാണ് എൻ്റെ ജോലി. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഒരു 10 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയും കിടന്ന് കഷ്ടപ്പെടുന്നത്. നമുക്ക് പുറത്ത് ജോലിക്ക് പോകാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ കോഴീനെയൊക്കെ വളർത്തി കോഴിക്കാട്ടൊക്കെ വാരി വീട്ടിൽ കുത്തിരിക്കുമോ? ഒരിക്കലും ഇല്ല. എനിക്കൊന്നും പുറത്ത് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഞാൻ മുന്നേ പറഞ്ഞു, 2 മക്കളാണ്, അവർ സ്കൂളിൽ പോകുന്ന പ്രായമാണ്. അപ്പോൾ അവർ സ്കൂളിലിട്ട് വന്നാലും അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനും ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ അവരെ വീട്ടിലിട്ട് പോവാൻ യാതൊരു ഇതുമില്ല, സൗകര്യങ്ങളോ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു സിസ്റ്റം എൻ്റെ വീട്ടിൽ തുടങ്ങിയത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത് ഇങ്ങനെയൊരു ബിസിനസ്സാക്കി തുടങ്ങിയതല്ല. ഞാൻ എൻ്റെ വീട്ടാവശ്യത്തിന് വളർത്തി വന്നു. അങ്ങനെ ആളുകൾ ചോദിച്ച സമയത്ത് എന്തുകൊണ്ട് ഇത് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നൂടാന്നുള്ളത് ഞാൻ ചിന്തിച്ചു. അങ്ങനെയാണ് ഇത് 7 വർഷത്തിൻ്റെ മുകളിലായിട്ട് ഇപ്പം ഞാൻ ഈ ഒരു കോഴി വളർത്തലിലേക്ക് വന്നത്. അങ്ങനെയാണ് ഓരോ വീട്ടമ്മമാരും മുന്നോട്ട് വരുന്നത്. സ്റ്റിച്ചിങ് ഉള്ള ആളുകളുണ്ട്, അതുപോലെ പശുവിനെ വളർത്തുന്നവരുണ്ട്, ആടിനെ വളർത്തുന്നവരുണ്ട്, ഗാർഡനിങ് ഉണ്ട്, ഫുഡുണ്ട്. എല്ലാവരും അങ്ങനെ മുന്നോട്ട് വരുന്നതാണ്. ഞങ്ങളൊക്കെ ഒരു 10 രൂപ വരുമാനം ആഗ്രഹിച്ച് മുന്നോട്ട് വന്ന വീട്ടമ്മമാരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഞങ്ങളൊരു കോഴീനെ വളർത്തുമ്പം ഞങ്ങളടുത്ത് വന്നിട്ട് ഒരു 10 മുട്ട നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമാണ്, അല്ലേ? അല്ലാതെ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിപ്പോകുമെന്ന് വിചാരിച്ച് ഞങ്ങളെടുത്ത് വരാതെ ഞങ്ങളൊരു കോഴി നിങ്ങളുടെ പറമ്പിലേക്ക് വരുമ്പം എറിഞ്ഞ് കാല് പൊട്ടിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കൊടുത്തിട്ട് അതിനെ അങ്ങ് ഇല്ലാതാക്കുക, ഇങ്ങനത്തെ പാപങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ കോഴിമുട്ട വാങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട, കോഴീനെ നിങ്ങൾ വാങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട. പക്ഷേ നിങ്ങൾക്ക് പറയാം, ഞങ്ങളെ കോഴിയോ അല്ലെങ്കിൽ ആടോ എന്തോ നിങ്ങളെ പറമ്പിൽ വന്ന് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചാൽ നിങ്ങൾക്കത് പറയാവുന്നതാണ്, നിങ്ങൾക്ക് തുറന്ന് പറയാവുന്നതാണ്. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല കേട്ടോ. നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പം നമുക്ക് കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നും. പക്ഷേ നമ്മളതിലേക്ക് ഇറങ്ങി വരുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു, ചേച്ചി കോഴീനെ വളർത്താൻ ആഗ്രഹമുണ്ട്, സൗകര്യമില്ല, അല്ലെങ്കിൽ കൂടില്ല എന്നൊക്കെ ഒരുപാട് ചേച്ചിമാരായാലും ചേട്ടന്മാരായാലും ഒക്കെ ഒരുപാട് ആളുകൾ കമൻറ്റിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം, നിങ്ങൾ കോഴീനെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സൗകര്യം പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇപ്പോൾ കോഴീനെ തന്നെ വളർത്തണം എന്നില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ആ ഒരു ഏരിയയ്ക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ വീടുകളിലൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളുണ്ടാകും. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കോഴി, കാട, താറാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളർത്താതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ സൗണ്ട്, ഇതുപോലെ സ്മെല്ല് കാര്യങ്ങളൊക്കെ വരുമ്പം ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും നമ്മൾ നന്നായിട്ട് ക്ലീനാക്കി ഇങ്ങനെ കൊണ്ട് നടക്കേണ്ടതായിട്ട് വരും. പിന്നെയെന്ന് പറയുന്നത്, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓൺലൈൻ ബിസിനസ് ഉണ്ട്, അതുപോലെ പിന്നെ ഇപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. പക്ഷേ നമ്മൾ ഓരോ വീഡിയോ കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുക, ആഹാ എത്ര സിമ്പിളാണ് കാര്യങ്ങൾ, എന്ത് സുഖമാണ് എന്നുള്ളത്. പക്ഷേ എല്ലാവരും പറയാറില്ലേ,
നമ്മൾ ഈ ഓരോ വീഡിയോയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനും ഇതും കഷ്ടപ്പാടാണ്. കോഴീനെ നോക്കണം, കോഴീനെ തിന്നാൻ കൊടുക്കണം, അത് വീഡിയോ പകർത്തി ഇതുപോലെ വോയിസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതും നമുക്കൊരു മെനക്കെട്ട പണി തന്നെയാണ്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാട്ടോ. നിങ്ങളും കോഴീനെയൊക്കെ വളർത്തുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പം ഒരുപാട് ആളുകൾ ഈ ഒരു മേഖലയിലേക്കൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റിൽ പറയാം. ഇനി ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും, നിങ്ങളാരെങ്കിലും ഇതുപോലെ അറിയാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ അത് ആവർത്തിക്കാതിരിക്കുക കേട്ടോ. വേറെ ഒന്നുമല്ല, മറ്റുള്ള ആളുകളുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. നിങ്ങളൊരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ തുറന്ന് പറയുക, എല്ലാം നിങ്ങൾ തുറന്ന് പറയുക. എന്നിട്ടും അവർ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിയമ നടപടിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പം ഇതാ നമ്മുടെ മാവിലെ മാങ്ങയൊക്കെ ഇതാ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊക്കെ പറിച്ച് വെക്കുകയാണ്. ഇനിയും ഇവിടെ ഇങ്ങനെ വെച്ചാൽ ഒരു പക്ഷേ അത് നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ കവറിട്ട് കെട്ടി വെച്ചതായിരുന്നു, കാരണം ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വവ്വാലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കങ്ങനെ കിട്ടാറില്ല കേട്ടോ. ഒരു കാര്യം കൂടി ഉണ്ട്, ഇനി നെക്സ്റ്റ് ബാച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കാമെന്നൊക്കെ ഞാനിങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ്. നമ്മൾ ഇൻക്യുബേറ്ററിൽ വിരിയിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വെച്ച് വിരിയിക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരു വീഡിയോയും കൂടി ചെയ്യണമെന്നുള്ളൊരു ഡൗട്ടിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റിൽ പറയുക. നിങ്ങൾക്ക് വീഡിയോ വേണോ, അതല്ല ഇനി കോഴീനെ കുറിച്ച് എന്ത് വീഡിയോ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം. നിലവിൽ നമുക്കിപ്പോൾ കോഴികൾ വളരെ കുറവാണ്. വലിയ കോഴികൾ ഒരു 10-15 കോഴികൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ 50 കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട്. വേറെ കോഴികളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പക്ഷിപ്പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതായിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.